ഗാസയിൽ വംശഹത്യ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇസ്രയേലിൻ്റെ ആക്രമണം 200 നാളുകൾ പിന്നിടുകയാണ്. യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ഇപ്പോഴും കുട്ടികളടക്കമുള്ളവരെ ആക്രമിക്കുകയാണ് ഇസ്രയേൽ സൈന്യം. മരണം 34,000 പിന്നിട്ട ഗാസയെ കൂടുതൽ ചോരയിൽ മുക്കാൻ ഇപ്പോൾ റാഫയിലും കരയാക്രമണത്തിന് ഇസ്രയേൽ ഒരുങ്ങുകയാണെന്നാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത്യുഗ്രശേഷിയുള്ള 75,000 ടൺ സ്ഫോടക വസ്തുക്കൾ ഇതിനകം ഇസ്രയേൽ അവിടെ വർഷിച്ചു കഴിഞ്ഞു. ഗാസ മുനമ്പിൽ 3,80,000 വീടുകൾ ഇതിനോടകം മണ്ണോട് ചേർന്ന് കഴിഞ്ഞു. ഇസ്രയേൽ സൈന്യം നേരത്തെ പിൻവാങ്ങിയ വടക്കൻ മേഖലയിലടക്കം ഗാസയിലെങ്ങും ഇസ്രയേൽ കഴിഞ്ഞ ദിവസവും കനത്ത ബോംബാക്രമണം നടത്തിയിരുന്നു. ടാങ്കുകളിൽ നിന്ന് ഇടതടവില്ലാതെ ഷെല്ലാക്രമണവും തുടർന്നു. തെക്കൻ ഗാസയിലെ ബെയ്ത്ത് ഹാസൻ, ജബാലിയ എന്നിവിടങ്ങളിലാണ് ഷെല്ലാക്രമണം വളരെ രൂക്ഷമായി നടന്നത്. അതിനിടെ ലെബനോൺ അതിർത്തിയോട് ചേർന്ന ഇസ്രയേൽ സൈനിക താവളത്തിന് നേരെ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ 22 പേരുടെ മരണവാർത്ത ഇസ്രയേൽ ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. ഇതിനായി ഇസ്രയേൽ നടത്തിയ തിരിച്ചടിയിൽ ഹിസ്ബുള്ള പക്ഷത്തെ 2 പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 32 പേരാണ് ആകെ കൊല്ലപ്പെട്ടത്. ഇതുവരെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ 34,183 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 77,143 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ ഖാൻ യൂനിസിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സിലെ സിവിൽ ഡിഫൻസും പാരാമെഡിക്കൽ ജീവനക്കാരും നടത്തിയ തിരച്ചിലിൽ ഒരു കൂട്ട കുഴിമാടം കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടികൾ, സ്ത്രീകൾ, വയസ്സായവർ എന്നിവരെ അടക്കം 310 പേരുടെ മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെടുത്തിട്ടുണ്ട്. ആ പ്രദേശത്ത് ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. 700ഓളം പേരെ ഇസ്രായേൽ സൈന്യം വധിച്ച് അവിടെ അടക്കം ചെയ്തതായി കരുതുന്നു എന്നാണ് പലസ്തീൻ എമർജൻസി സർവീസ് അറിയിച്ചത്. മൃതദേഹങ്ങൾക്കായി ഇപ്പോഴും അവിടെ തിരച്ചിൽ തുടരുകയാണ്. ഈ മാസം 7-നാണ് ഇസ്രായേൽ സേന തെക്കൻ നഗരത്തിൽ നിന്ന് പിൻവാങ്ങിയത്. മാസങ്ങൾ നീണ്ട ഇസ്രായേൽ ബോംബാക്രമണത്തിനും കരയുദ്ധത്തിനും ശേഷം ഖാൻ യൂനിസ് നഗരത്തിൻ്റെ ഭൂരിഭാഗ പ്രദേശങ്ങളും തകർന്ന് തരിപ്പണമായ നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ കൊലപ്പെടുത്തിയ നിരപരാധികളെ കൂട്ടമായി അടക്കം ചെയ്യുകയായിരുന്നു എന്നാണ് കരുതുന്നത്. ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ തൂഫാനുൽ അക്സ ഓപ്പറേഷനിൽ UNRW ജീവനക്കാർ പങ്കെടുത്തുവെന്ന ഇസ്രയേലിൻ്റെ വ്യാജ ആരോപണത്തെ തുടർന്ന് നിരവധി രാജ്യങ്ങൾ ഈ ഏജൻസിക്കുള്ള ധനസഹായം മരവിപ്പിച്ചിരുന്നു. എന്നാൽ ഇസ്രയേലിൻ്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഇതേക്കുറിച്ച് അന്വേഷിച്ച മുൻ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി കാതറിൻ കൊളോണ നേതൃത്വം നൽകിയ അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് കൊളോണ കമ്മീഷൻ ഇതിൻ്റെ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ജനുവരിയിലാണ് UNRWക്കെതിരെ ഇസ്രയേൽ രംഗത്തെത്തിയത്. ഗാസയിൽ UNRW മരുന്നും ഭക്ഷണവും നൽകുന്നത് ഇല്ലാതാക്കുക എന്നതായിരുന്നു ഇസ്രയേലിൻ്റെ ഈ ലക്ഷ്യം. UN മേധാവി അന്റോണിയോ ഗുട്ടറസ് അടക്കം ആരോപണം നിഷേധിച്ച് തുടക്കം മുതൽ രംഗത്ത് വന്നെങ്കിലും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമടക്കം 15 രാഷ്ട്രങ്ങൾ UNRWയ്ക്കുള്ള ധനസഹായം നിർത്തലാക്കിയിരുന്നു. $450 മില്യൺ ധനസഹായമാണ് അങ്ങനെ ഇല്ലാതായത്. യുദ്ധത്തിൻ്റെ കെടുതിയിൽ നീറുന്ന ഗാസയിലെ ജനങ്ങൾക്കുള്ള ഭക്ഷണവും കുടിവെള്ളവും മരുന്നുകളുമാണ് ഈ നീചമായ പ്രവൃത്തിയിലൂടെ ഇസ്രയേൽ ഇല്ലാതാക്കിയത്.